കാറ്റത്തേക്കിളിക്കൂട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സുനന്ദയുടെ അച്ഛൻ ഗൾഫിൽ നിന്നും അവളുടെ വിവാഹം ഉറപ്പിച്ചതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ആകെ തകർന്നു പോയിരുന്നു. വീട്ടിൽ പെണ്ണ് കാണാൻ വരാനിരിക്കുന്നതിന്റെ സങ്കടത്തിൽ സുഭാഷിനെ കാണാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് തന്നെ ഓടിയെത്തുകയായിരുന്നു സുനന്ദ. സുഭാഷ് അപ്പോൾ അടുക്കളയിൽ പണികളുടെ തിരക്കിലായിരുന്നു. അപ്പുറത്ത് നിധി ഇരുന്ന് പുസ്തകം വായിക്കുന്നുണ്ട്. അടുക്കളവാതിൽ വഴി കയറി വരുന്ന സുനന്ദ സുഭാഷേട്ടാ എന്ന് വിളിച്ചപ്പോൾ ഒന്നും അറിയാതെ ചിരിച്ചുകൊണ്ട് തന്നെ സുഭാഷ് അവളെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. നിധി കൗതുകത്തോടെ അവരെ നോക്കി. പക്ഷേ സുനന്ദയുടെ കരച്ചിൽ കണ്ടപ്പോൾ സുഭാഷ് ആകെ പേടിച്ചു പോയി. എന്തു പറ്റി സുനന്ദ, നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കാണ് സുഭാഷ്. അപ്പോഴേക്കും അവൾ അവനെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ട് നിധി അങ്ങോട്ടേക്ക് ചെല്ലാതെ അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അന്നേരം സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല സുഭാഷേട്ടാ, വീട്ടിൽ പെണ്ണ് കാണാൻ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങളല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. നിങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവായി തന്നെ സങ്കല്പിച്ചു കഴിഞ്ഞു. മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയായിരിക്കും സുനന്ദ. പക്ഷേ എൻ്റെ വീട്ടുകാരോട് ഈ കാര്യമൊന്നും പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ സുനന്ദ വിതുമ്പിക്കരഞ്ഞു. ഈ സമയത്താണ് സുനന്ദയെ തിരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത്. വാതിലിൽ അവിടെ എത്തിയ സുനന്ദയുടെ അമ്മ കാണുന്നത് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മകളെയാണ്. കലി കയറിക്കൊണ്ട് തന്നെ ലളിത ആക്രോശിച്ചുകൊണ്ട് തന്നെ സുനന്ദയെ അവിടെ നിന്ന് തല്ലിച്ചതച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിധി വല്ലാതെ പേടിച്ച് നിൽക്കുകയാണ്. സുഭാഷ് അവരെ തടയാൻ നോക്കിയെങ്കിലും അവനെന്നും വകവെക്കാതെ ലളിത മകളെ കുറേ അധികം തെറി പറഞ്ഞ് കുറേ അധികം അടിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം തനിച്ചാക്കിയാൽ നീ ഇങ്ങോട്ടേക്ക് ഓടി വരുമല്ലോടി, നിനക്ക് നാണമില്ലേ എന്നൊക്കെയായിരുന്നു അവരുടെ ചോദ്യം. സുനന്ദയുടെ അച്ഛൻ സുഭാഷിൻ്റെ ഷർട്ടിനങ്ങ് കുത്തിപ്പിടിച്ച് ചോദിച്ചു, എത്ര ധൈര്യമുണ്ടായിട്ടാടാ നിനക്ക് എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ? അവളുടെ കല്യാണം തീരുമാനിക്കാൻ പോകുവാണ്. അപ്പോൾ നീ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. നിൻ്റെ കൂടെ ഇവളെ എങ്ങാനും കണ്ട ഇവളുടെ കല്യാണം എങ്ങനെ നടക്കും? അതോ ഇനി കല്യാണം നടക്കരുത് എന്ന് കരുതിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണോ എന്നൊക്കെ ചോദിക്കാണ് സുഭാഷിനോട്. എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, അയാൾ സുഭാഷിനെ വീണ്ടും തല്ലിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാത്ത നിധി ഇടയിൽ കയറി നിൽക്കുകയാണ്. സുഭാഷേട്ടനെ വിട്, ഇപ്പം എന്താ അദ്ദേഹത്തിന് നിങ്ങളിങ്ങനെ തല്ലുന്നത്? സുനന്ദ ഇങ്ങോട്ടേക്ക് വന്നതാണ്, അല്ലാതെ സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ സുഭാഷേട്ടൻ തെറ്റുകാരനല്ല എന്നൊക്കെ ഇങ്ങനെ നിധി വിളിച്ചു പറയാണ്. പക്ഷേ ലളിത വിട്ടുകൊടുത്തില്ല. ഒരു തെറ്റും ചെയ്യാത്തവനായതുകൊണ്ടാണോ എൻ്റെ മോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ഇവർ 4 എണ്ണങ്ങ് കൊടുക്കുകയെന്ന് അവർ വീണ്ടും പറയാണ്. അച്ഛൻ സുഭാഷിനെ ഇങ്ങനെ തല്ലി ചതുക്കുന്നത് കണ്ടുകൊണ്ടതിനെ സുനന്ദ അലറിക്കരഞ്ഞു. സുഭാഷേട്ടനെ തല്ലരുത്, ഞാൻ വന്നതാണ്, അല്ലാതെ സുഭാഷേട്ടനോട് തെറ്റും ചെയ്തിട്ടില്ല. അച്ഛാ, എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല, ദയവ് ചെയ്ത് സുഭാഷേട്ടനെ തല്ലരുത് എന്നൊക്കെ പറഞ്ഞ് സുനന്ദ ഭയങ്കര കരച്ചിലായിരിക്കും. ലളിത അപ്പോഴും അടങ്ങിയില്ല. നീ വന്ന ഇവൻ നിന്നെ കെട്ടിപ്പിടിക്കും. ഇവൻ തന്നെയായിരിക്കും നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയം നോക്കി എത്ര തവണ നീ വിളിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലേക്ക് ഒരുത്തി ഒളിച്ചോടി വന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ മോളെയും കൂടി അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നീ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു സുഭാഷിനോട് ദേഷ്യം വരികയാണ്. സുനന്ദയുടെ അച്ഛൻ വീണ്ടും അടിച്ചു. സുനന്ദയും നിധിയും തള്ളി മാറ്റിക്കൊണ്ട് തന്നെ അയാൾ ആക്രോശിച്ചു. നിന്നെ വിശ്വസിച്ചില്ലേടി ഇവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഗൾഫിലേക്ക് പോയി കഷ്ടപ്പെട്ടത്? ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? പേരും നാടും അറിയാത്തവർ എന്നെ ചോദ്യം ചെയ്യുന്നു, എന്നെ തള്ളുന്നു. നിന്റെ കുടുംബമായി ഒരു ബന്ധവും വേണ്ടെന്ന് വെച്ച് ഒതുക്കി കഴിയുന്നതാ ഞങ്ങൾ. പിന്നെ എങ്ങനെയാ എൻ്റെ മോള് നിന്റെ വീട്ടിൽ വരുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടും നീ അവളെ വിളിച്ചു വരുത്തിയില്ലേ? എൻ്റെ മോളെ കെട്ടിപ്പിടിക്കാൻ നിനക്കും നിന്റെ കുടുംബത്തിനും എന്ത് അന്തസ്സുണ്ടടാ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. സുനന്ദ കാല് പിടിച്ചു പറഞ്ഞിട്ടും അയാൾ അതൊന്നും തന്നെ കേട്ടില്ല. ഒടുവിൽ സുനന്ദയെ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ അവരവിടെ നിന്നും കൊണ്ടുപോയി. പോകുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് സുഭാഷിനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് സുഭാഷാണെങ്കിൽ കണ്ണീര് തുടിച്ച് വളരെയധികം സങ്കടത്തോടെ നിൽക്കുകയാണ്. അന്നേരം നിധി വന്ന് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടൻ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്? സത്യം അങ്ങ് തുറന്നു പറഞ്ഞൂടായിരുന്നോ എന്ന് ചോദിക്കാണ് നിധി. നടന്നത് ഏട്ടനും എനിക്കും അറിയാലോ. സുഭാഷ് പറയുന്നുണ്ട്, സാരമില്ല മോളെ, എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. ഉടനെ തന്നെ നിധി സുധീഷിനെ വിളിച്ചു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് സന്തോഷത്തോടു കൂടെ ഫോൺ എടുത്തു. ഇതാരായി വിളിക്കുന്നത്? എൻ്റെ ഭാര്യ നിധിയോ? ഹലോ, എന്താ പതിവില്ലാതെ വിളിക്കുന്നത്? നിധി ചോദിച്ചു. സുധീഷ് ഫ്രീ ആണോ? എന്താ വീട്ടിലേക്ക് വരണോ? 10 മിനിറ്റിനുള്ളിൽ എത്താം. എന്താ കാര്യം? സുധീഷ് വളരെ സ്നേഹത്തോടു കൂടെ തന്നെ കാര്യം തിരക്കി. നിധി പറയുന്നുണ്ട്, വണ്ടി ഒതുക്കി നിർത്തി സംസാരിക്കൂ, ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. നിധിയുടെ ടെൻഷൻ കണ്ട് സുധീഷ് ചോദിച്ചു, എന്ത് പറ്റി നിധി? നിന്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും അങ്ങോട്ടേക്ക് വന്നോ? അല്ല, ഇവിടെ വേറൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിധി വിവരിച്ചു കൊടുത്തു. സുഭാഷിനെ തല്ലിയ കാര്യം കേട്ടതും സുധീഷിന് വല്ലാതങ്ങ് ദേഷ്യം വരികയാണ്. അടിച്ചെന്നോ? എൻ്റെ ഏട്ടനെ അടിച്ചെന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ ദേഷ്യപ്പെട്ടു. അടിച്ചു, ഒരുപാട് അടിച്ചു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സുധീഷേ. നിധി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട നിധി, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് സുധീഷ് ഉടനെ തന്നെ ഹരീഷിനെയും വിളിച്ച് കാര്യം പറഞ്ഞു. ഹരീഷ് ഇത് കേട്ടതോടുകൂടി തന്നെ ആകെ ഞെട്ടിപ്പോയി.
സുനന്ദ വന്നതിന് സുഭാഷ് ഏട്ടനെ തല്ലിയോ? നീ ഉടനെ തന്നെ വീട്ടിലേക്ക് വാ, ഞാനും വരാമെന്നും പറഞ്ഞ് ഹരീഷ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. സുഭാഷ് വിഷമത്തോടെ പണിക്ക് പോവാൻ ഇറങ്ങുമ്പോൾ നിധി തടഞ്ഞു. സുഭാഷ് ഏട്ടൻ എങ്ങോട്ടേക്കായി പോകുന്നത്? ജോലിക്ക് പോവാൻ ഇറങ്ങിയതാ മോളെ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇന്ന് പോണോന്ന് ചോദിക്കാണ് നിധി. ദേഹത്ത് വേദനയില്ലേ, നമുക്കൊരു ഡോക്ടറെ കാണിക്കാമെന്ന് നിധി ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, സാരമില്ല മോളെ, ഡോക്ടറൊന്നും കാണണ്ട, അമ്മാവനും അമ്മായിയല്ലേ, തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്തതാ അവര്. നീ ഇത് സുധീഷിനോടോ ഹരീഷിനോടോ പറയാനും നിൽക്കണ്ട എന്ന് പറയാണ് നിധിയോട്. അവരിനി ഇങ്ങോട്ടേക്ക് വരില്ല, മോൾ അകത്ത് പോയിട്ട് വാതിലടച്ചിരുന്നോ എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവാൻ നോക്കുകയാണ്. ഉടനെ തന്നെ സുധീഷും ഹരീഷും അങ്ങോട്ടേക്ക് എത്തി. ഹരീഷ് ചോദിക്കുന്നത്, സുഭാഷ് ഏട്ടാ എന്താ ഇവിടെ നടന്നത്? സുധീഷ് ദേഷ്യത്തോടെ ചോദിച്ചു. സുഭാഷ് ഏട്ടനെ അവർ തല്ലിയോ? അയാൾ ആരാ എൻ്റെ ഏട്ടനെ തല്ലാൻ? സുഭാഷ് നിധിയെ നോക്കിയപ്പോൾ ഞാനാ പറഞ്ഞത് എന്ന് അവൾ സമ്മതിച്ചു. അയാൾക്ക് അത്രമാത്രം ധൈര്യമായോ എന്ന് ഹരീഷ് കട്ടക്കലിപ്പോട് കൂടെ ചോദിക്കാണ്. സുഭാഷ് അവനെ തടയാൻ നോക്കിയെങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. സുഭാഷ് ഏട്ടൻ എന്നിങ്ങോട്ടേക്ക് വന്നേ, ബാക്കി കാര്യം ഇപ്പം തന്നെ തീരുമാനിക്കാം, ഇനിയും ഏട്ടനെ തല്ലരുത് എന്ന് പറഞ്ഞുകൊടുത്തതിന് സുധീഷ് അവരെ പിടിച്ചുകൊണ്ടുപോയി. വേണ്ടടാ, പ്രശ്നമാവുമെന്ന് സുഭാഷ് പറഞ്ഞുവെങ്കിലും ഹരീഷ് വിട്ടുകൊടുത്തില്ല. നമ്മളിങ്ങനെ സഹിക്കുന്നത് കൊണ്ടാണ് അവർ കയറി അങ്ങ് മേയുന്നത്, ഇതെന്തായാലും ഇന്ന് ചോദിച്ചിട്ടതിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവർ. അവിടെ സുനന്ദയുടെ വീട്ടിലാണെങ്കിൽ ലളിതയും അച്ഛനും അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൾ ആ വീട്ടിലേക്ക് പോകാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറില്ലേ, നീ പോകാറില്ലെന്ന് പറയും, എന്നിട്ട് നിന്റെ കണ്ണ് വെട്ടിച്ച് അവൾ അവിടെ പോകാറുണ്ട് എന്ന് അച്ഛൻ ലളിതയോട് പറഞ്ഞ് ചൂടാവാണ്. ലളിത പറയുന്നുണ്ട്, ഇവൾ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ എപ്പോഴും അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. അച്ഛൻ പിന്നെ ഗംഗാധരനെ കുറ്റപ്പെടുത്തി സുനന്ദയോട് പറഞ്ഞു, ഞാൻ തീരുമാനിക്കുന്ന കല്യാണമേ ഇവിടെ നടക്കൂ, നീ പുറത്തിറങ്ങരുത്, നീ ഒരിക്കലും ഇവിടെ നിന്നും പുറത്തിറങ്ങരുത്, നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ലളിതയോടും പറയുന്നുണ്ട് ഇവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ. കരഞ്ഞു നിൽക്കുന്ന സുനന്ദയോട് ലളിത പറഞ്ഞു, കരച്ചിൽ നിർത്തിക്കോ, ചെറുക്കൻ്റെ വീട്ടുകാർ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരും, നല്ല സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്നൊക്കെ പറയും. ഞങ്ങൾ നീ എങ്ങാനും നാണം കെടുത്തിയാലുണ്ടല്ലോ, മര്യാദക്ക് സാരി എടുത്തിട്ട് വായെന്ന് പറയും. സുനന്ദ ആ സാരി കയ്യിലേക്കെടുത്തു. ഈ നേരത്താണ് സുധീഷും ഹരീഷും സുഭാഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന് ബെല്ലടിക്കുന്നത്. ആരുമില്ലേ ഇവിടെ, പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് സുധീഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ലളിതയും അച്ഛനും പുറത്തേക്ക് വന്നു. എന്തിനാ എന്നെ ഏട്ടനെ തല്ലിയത് എന്ന് സുധീഷ് ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. നിന്റെ ഏട്ടൻ എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് നിന്നത് കൊണ്ടാണെന്ന് അയാൾ മറുപടി നൽകി. സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനല്ല ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ മോള അങ്ങോട്ടേക്ക് വന്നത്, അവളെ നിലക്ക് നിർത്ത്. പക്ഷേ ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇയാൾ ഏട്ടനെ തല്ലിയല്ലേ, തിരിച്ചു തല്ലേ, എനിക്കതൊന്ന് കാണണമെന്ന് പറയും. അന്നേരം സുഭാഷ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന സമയത്തിന് അവൻ വീണ്ടും നിർബന്ധിച്ചു, സുനന്ദേ നീ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയിട്ട് വായോ, ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ ഏട്ടൻ തല്ലുകൊണ്ടത്, എന്നിട്ടും ഇവൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? ലളിത അവരെ അവിടെ നിന്നും ആട്ടി ഓടിക്കാൻ നോക്കി. പക്ഷേ സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ വീണ്ടും തള്ളാൻ നോക്കിയതോടുകൂടി തന്നെ സുധീഷിനും ഹരീഷിനും ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് സുനന്ദയുടെ അച്ഛനെ അങ്ങ് തല്ലിച്ചതച്ചു. ഇത് വെറും സാമ്പിളാണ്, ഇനി എൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ട അപ്പം കാണാം. അവർ ഒരു താക്കീത് പോലെ നൽകിക്കൊണ്ട് അവിടെ നിന്നും മടങ്ങി. വീട്ടിലെത്തിയ സുഭാഷ് അവരെ കുറ്റപ്പെടുത്തി. വെറുതെ നിങ്ങളങ്ങനെ പ്രശ്നത്തിന് പോകണ്ടായിരുന്നു എന്ന് പറയാണ് സുഭാഷ്. സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ ഞങ്ങൾ അവരെ തല്ലിയത് വെറും ഒരു തെറ്റായി കാണണ്ട, എനിക്കിപ്പോഴും കലി അങ്ങ് അടങ്ങിയിട്ടില്ല. നികേഷ് വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിച്ചു. ഏട്ടനെ അയാൾ തല്ലിയോ, നന്നായി, അയാൾക്ക് നല്ലത് തന്നെ വേണം. നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടനെ തല്ലിയ അയാൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടി. ഹരീഷ് പറയുന്നുണ്ട്, സുനന്ദയെ വിശ്വസിക്കരുത്, അവൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എടാ നീ തല്ലുകൊണ്ട് വന്നിരിക്കുകയാണോ എന്ന്, നിനക്കും തിരിച്ച് 2 എണ്ണം കൊടുത്തുവരായിരുന്നു എന്ന് ചോദിക്കാണ്. ആ സമയത്താണ് പോലീസുമായി ലളിതയും അച്ഛനും അങ്ങോട്ടേക്ക് എത്തുന്നത്. എല്ലാവരും കുടുംബമായി ഇവിടെ ഉണ്ടല്ലോ എന്ന് അയാൾ കളിയാക്കി പറഞ്ഞു. ആരാ ഈ സുഭാഷ് എന്ന് പോലീസ് ഓഫീസർ ചോദിച്ചപ്പോൾ സുധീഷ് മുന്നിലേക്ക് വന്ന് പറഞ്ഞു, സുനന്ദയോട് അപമര്യാദയായി പെരുമാറിയെന്നതായിരുന്നു പരാതി. നിധി അത് കള്ളമാണെന്ന് പറഞ്ഞുവെങ്കിലും പോലീസ് അതൊന്നും കേട്ടില്ല. ബാക്കി സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് സുഭാഷിനെയും സഹോദരങ്ങളെയും നേരെ പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോയി. ലളിതയും അച്ഛനും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് നിൽക്കുമായിരുന്നു. ഭാസ്കരൻ ആ കാഴ്ച കണ്ട് ആകെ തളർന്നിരുന്നു പോയി. നിധി അച്ഛനോട് പറയുന്നത്, അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേ, സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഭാസ്കരൻ ഒന്നും മിണ്ടാതെ സൈക്കിളും എടുത്തിട്ട് അവിടെ നിന്നും പോയി. നിധി ഉടനെ തന്നെ ലളിതയുടെ വീട്ടുപടിക്കലേക്ക് ചെന്നു. അവിടെ ഭാസ്കരൻ തകർന്നിരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ മോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മകളെ കള്ളക്കേസിൽ കൊടുക്കുമല്ലേ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ചോദിച്ചു. നിധി ചെന്ന് അച്ഛനെ തടഞ്ഞു. അച്ഛ ഇവിടെ നിന്ന് പോകൂ. ലളിത നിധിയെയും അപമാനിച്ചു. നിധി സുനന്ദയെ ജനലിലൂടെ കണ്ടു. അവൾ സുനന്ദയെ വിളിച്ച് സത്യം പറയാൻ ആവശ്യപ്പെട്ടു. തനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് സുനന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒടുവിൽ നിധി അവളുടെ നമ്പർ വാങ്ങി. സ്റ്റേഷനിൽ എത്തിയ നിധി താൻ സുധീഷിൻ്റെ ഭാര്യയാണെന്നും താൻ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണെന്നും ഓഫീസറോട് പറഞ്ഞു. ഞാൻ ഒരു ആർക്കിടെക്റ്റാണ്, സുനന്ദയോട് ചോദിക്കൂ, അപ്പം സത്യമറിയാമെന്ന് അവൾ പറഞ്ഞു. നിധി സുനന്ദയെ ഫോണിൽ വിളിച്ച് ഓഫീസറെ കാണിക്കാൻ നോക്കി.
പക്ഷേ ആ വീട്ടിൽ ലളിത സുനന്ദയുടെ ഫോൺ അപ്പോഴേക്കും പിടിച്ചു വാങ്ങിച്ചു വെച്ചിരുന്നു. ഒടുവിൽ പോലീസ് തന്നെ സുനന്ദയുടെ വീട്ടിലേക്കെത്തി സുനന്ദയെ നേരിട്ട് ചോദ്യം ചെയ്തു. ലളിതയും അച്ഛനും ഭീഷണിപ്പെടുത്തിയെങ്കിലും നിധി റെക്കോർഡ് ചെയ്ത അവർ സുനന്ദയുടെ സംസാരമെല്ലാം തന്നെ പോലീസിന് കേൾപ്പിച്ചു കൊടുത്തു. സുനന്ദ ഒടുവിൽ സത്യം പറയുന്നുണ്ട്. സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛനും അമ്മയും കള്ളം പറയുന്നതാണ്. സത്യം ബോധ്യപ്പെട്ട പോലീസ് സുനന്ദയുടെ അച്ഛനെ പിടിച്ചു കൊണ്ടുപോയി. നീയൊക്കെ ശരിക്കും ഒരു അച്ഛനാണോടോ? കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നിധിയുടെ ഇടപെടൽ മൂലം എല്ലാവരെയും നിരപരാധികളായി തന്നെ വിട്ടയച്ചു. പോലീസ് ഓഫീസർ നിധിയെ അഭിനന്ദിച്ചു. പുറത്തിറങ്ങിയപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തെ രക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സുഭാഷും അനിയന്മാരും നിധിയോടൊപ്പം തന്നെ സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സുനന്ദയുടെ അച്ഛൻ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്നും അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സുഭാഷും അനിയന്മാരും നിധിയും കൂടി സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ആ ചായക്കടയിലിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു യുദ്ധം ജയിച്ച ആശ്വാസമായിരുന്നു. പക്ഷേ ദൂരെ നിന്നും കത്തുന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന സുനന്ദയുടെ അച്ഛൻ്റെ ആ ഒരു നോട്ടം പുതിയ കൊടുങ്കാറ്റിൻ്റെ തുടക്കമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഭാസ്കരൻ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടിയില്ലായെങ്കിലും തൻ്റെ മക്കളെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം ആ കണ്ണുകളിലുണ്ടായിരുന്നു. നിധി അടുക്കളയിലേക്ക് കയറി ചെന്ന് എല്ലാവർക്കും കടുപ്പത്തിലൊരു ചായ ഇട്ട് കൊടുത്തു. ചായ കൊടുക്കുന്നതിൽ തന്നെ സുധീഷ് പറഞ്ഞു, ഇനി നിധി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ശരിക്കും അങ്ങ് പെട്ടുപോയേനെ എന്ന്. ആ സുനന്ദയുടെ അച്ഛൻ ഇത്രയും കടുപ്പത്തിൽ ഒരു കള്ളക്കളി കളിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഹരീഷും അത് ശരിവെച്ചു. അതെ, പക്ഷേ സുനന്ദയുടെ കാര്യമോ? അവൾ ഇത്രയും കാലം സുഭാഷേട്ടനെ സ്നേഹിച്ചിട്ട് ഒടുവിൽ സ്വന്തം അച്ഛൻ്റെ ഭീഷണിക്ക് വഴങ്ങി മിണ്ടാതിരിക്കാൻ നോക്കിയവളല്ലേ? അതൊരിക്കലും ശരിയായില്ല. സുഭാഷ് അന്നേരം ഒന്നും മിണ്ടാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ സുനന്ദ കരയുന്ന ആ ഒരു മുഖം മാത്രമായിരുന്നു. അവൾ ചെയ്തത് തെറ്റാണെങ്കിലും അവൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ അവന് ശരിക്കും മനസ്സിലാകുമായിരുന്നു. ഈ സമയം സുനന്ദയുടെ വീട്ടിൽ വലിയ വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. നീ കാരണം എൻ്റെ അന്തസ്സ് പോലീസിൻ്റെ മുന്നിലങ്ങ് പോയി. ഇനി നീ ഈ വീട്ടിൻ്റെ പടി കാണാൻ പാടില്ല എന്ന് അലറിക്കൊണ്ട് തന്നെ അച്ഛൻ അവളെ ഒരു മുറിക്കുള്ളിലങ്ങ് പൂട്ടിയിട്ടു. അവളുടെ വിവാഹം നിശ്ചയിച്ച വീട്ടുകാർ ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണത്തിൽ നിന്നും പിന്മാറി. ഇത് കേട്ടതോടുകൂടി തന്നെ സുനന്ദയുടെ അച്ഛൻ്റെ നിയന്ത്രണം പാടെ അങ്ങ് പോയി. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ കവലയിൽ വെച്ച് സുനന്ദയുടെ അച്ഛനും നാട്ടിലെ ചില ഗുണ്ടകളും കൂടി സുഭാഷിനെ തടഞ്ഞു നിർത്തി. നീ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി ഏതായാലും നീ ഈ നാട്ടിൽ സമാധാനമായി നടക്കാൻ പറ്റില്ലടാ എന്നും പറഞ്ഞ് അവർ സുഭാഷിനെ ആക്രമിക്കാൻ തുനിഞ്ഞു. അപ്പോഴേക്കും വിവരം അറിഞ്ഞുകൊടുത്തിന് സുധീഷും ഹരീഷും അങ്ങോട്ടേക്ക് ഓടിയെത്തി. നാട്ടുകാർ കൂടി ഇടപെട്ടതോടുകൂടി വലിയൊരു അടിപിടി പെട്ടെന്നങ്ങ് ഒഴിവായി പോയി. പക്ഷേ ആ വൈരാഗ്യം അവിടെയൊന്നും തീരുന്നതായിരുന്നില്ല. ഒടുവിൽ നിധി ഒരു തീരുമാനമെടുത്തു. അവൾ സുനന്ദയുടെ അടുത്ത സുഹൃത്തിനെ കണ്ട് സുനന്ദയെ രഹസ്യമായി തന്നെ കാണാൻ വഴിയൊരുക്കി. ആ രാത്രിയിൽ സുനന്ദയെ അവളുടെ വീട്ടിൽ നിന്നും സാഹസികമായി പുറത്താക്കി അവർ സംസാരിച്ചു. സുനന്ദ തൻ്റെ അച്ഛനെ ഭയന്നാണ് കഴിയുന്നത് എന്നും എന്നാൽ സുഭാഷിനെ വിട്ട് ജീവിക്കാൻ തനിക്ക് കഴിയില്ല എന്നും നിധിയോട് പറഞ്ഞു. നിധി അവളെ ധൈര്യപ്പെടുത്തി. നീ പേടിക്കേണ്ട സുനന്ദേ, സത്യത്തിൻ്റെ കൂടെ നിന്നാൽ ആരും നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയും. അവസാനം നാട്ടിലെ പ്രമാണികളും പോലീസുകാരും ചേർന്ന് നടത്തിയ ആ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ സുനന്ദ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു അവൾ സുഭാഷിനെ വിവാഹം കഴിക്കുമെന്ന്. അച്ഛൻ്റെ ഭീഷണിയേക്കാൾ അവൾ തൻ്റെ സ്നേഹത്തിന് വില നൽകി. ആ ഒരു കാര്യത്തോടു കൂടി തന്നെ സുനന്ദയുടെ അച്ഛന് തൻ്റെ വാശി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഗ്രാമത്തിലെ ആ ഒരു പഴയ തറവാടിൻ്റെ മുറ്റത്ത് ലളിതമായ ചടങ്ങുകളോടുകൂടി തന്നെ സുഭാഷിൻ്റെയും സുനന്ദയുടെയും വിവാഹം നടന്നു. നിധിയുടെ ബുദ്ധിയും ധൈര്യവുമാണ് ആ കുടുംബത്തിൻ്റെ തകർച്ചയിൽ നിന്നും ആ സ്നേഹബന്ധത്തെ മരണത്തിൽ നിന്നും രക്ഷിച്ചത്. അങ്ങനെ പുതിയൊരു ജീവിതത്തിൻ്റെ പ്രതീക്ഷയുമായി സുഭാഷും സുനന്ദയും കൂടി ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.